ശ്രദ്ധയെ ക്ഷണിക്കുന്നു. ഒന്നാമതായിട്ട് ഫിത്ന എന്ന പദം കൊണ്ട് റബ്ബ് ഉപയോഗിച്ചതായ ശൈലി ഷിർക്കിനാണ്. ഷിർക്ക് ഫിത്നയുടെ ഉത്തുംഗ ശൃംഗത്തിൽ നിൽക്കുന്നതായ ഫിത്ന ഭാഗമാണ് ഷിർക്ക്. വഖാതിലുഹും ഹത്താ ലാ തകൂന ഫിത്ന. നിങ്ങൾ അവരോട് പോരാടേണ്ടത് ഇവിടെ ഷിർക്ക് നിർമ്മാർജ്ജനം ചെയ്യാൻ വേണ്ടിയാണ്. ഇവിടെ ശിർക്ക് ഉണ്ടാവാൻ പാടില്ല. അപ്പോൾ ഇവിടെ പോരാട്ടം എന്തിനാണ്? ലിതകൂന കലിമത്തുല്ലാഹി അൽ ഉല്യാ, അള്ളാഹുവിന്റെ കലിമയാകുന്ന ലാ ഇലാഹ ഇല്ലല്ലാഹ് നിലനിൽക്കണം. ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്ക് വിപരീതമായ മറ്റുള്ള ആരെയും വിളിച്ച് പ്രാർത്ഥിക്കാം, ആരോടും ചോദിക്കാം, ആർക്കും നേർച്ചയാക്കാം, ആർക്കും അറക്കാമെന്ന മറ്റുള്ളവർക്ക് ഇലാഹിന്റെ പദ്ധതി കൊടുക്കുന്ന, ഇലാഹിന്റെ പദവി കൊടുക്കുന്ന ചില ആൾക്കാർ പറയും, എന്ത് ഞാനും അറിവില്ലാത്ത കാലഘട്ടത്തിൽ അങ്ങനെ പ്രസംഗിച്ച് പറഞ്ഞു നടന്നിരുന്നു. എന്താണത്? നാം ഇലാഹാക്കുന്നില്ലല്ലോ. അള്ളാഹു അതിന് മറുപടി പറഞ്ഞു. സൂറത്തുൻ നമലിനാണ് ഓർമ്മ ശരിയാണെങ്കിൽ, എന്ത് ഈ ഇലാഹാക്കുക എന്നത് യഥാർത്ഥത്തിൽ നാം ഇലാഹാക്കി എന്ന് നിയ്യത്ത് ചെയ്തിട്ട് ചെയ്തോളണമെന്നില്ല. പിന്നെയോ റസൂലുള്ളാഹി എന്ത് പറഞ്ഞു? അല്ലാഹുമ്മ ലാ തജഅൽ ഖബരി വതനൻ യുഅബദ്, ആരാധിക്കപ്പെടുന്ന ബിംബമാക്കിയിട്ട് എൻ്റെ ഖബറിനെ നീ മാറ്റരുതേ രക്ഷിതാവേ. നബി മരിക്കുന്നതിന് ഒരഭിപ്രായത്തിൽ 3 ദിവസം മുമ്പ് മിമ്പറിൻ്റെ മീതെ പറഞ്ഞതായ ഭാഗത്തിൽപ്പെട്ടതാണ് എന്നും മറ്റൊന്ന് അവസാന കാലഘട്ടത്തിൽ തന്നെ പറഞ്ഞതാണ് എന്നും അത് 2 ശൈലിയിൽ സഹീഹ് ഹദീസിൽ വന്നിട്ടുണ്ട്. ഒന്ന് അള്ളാഹിനോട്, ഒന്ന് നമ്മളോട്. എങ്ങനെ? അള്ളാഹിനോട് അല്ലാഹുമ്മ ലാ തജഅൽ ഖബരി വതനൻ യുഅബദ്, ആരാധിക്കപ്പെടുന്ന ബിംബമാക്കിയിട്ട് നീ എൻ്റെ ഖബറിനെ മാറ്റരുതേ രക്ഷിതാവേ. അപ്പോൾ റസൂലുള്ളാഹിന്റെ ഖബറിന്റെ പരിസരത്തിൽ ബിംബങ്ങളുടെ പരിസരത്തിൽ വാഴപ്പഴവുമായി അല്ലെങ്കിൽ തേങ്ങയുമായി പോയിട്ട് അയ്യപ്പ ശരണ രക്ഷിക്കണേ കാക്കണേ ലക്ഷ്മി എന്ന് പറയുന്നതായ അതേ പറച്ചൽ റസൂലുള്ളാഹിന്റെ ഹദ്റത്തിൽ വെച്ചിട്ട് ഖബറിന്റെ പരിസരത്തിൽ പറയുമ്പോൾ നബിയുടെ ഖബറിനെ ബിംബമാക്കി മാറ്റലായി മാറി എന്നാണോ പച്ച മലയാളത്തിൽ അർത്ഥം. അതുകൊണ്ടാണ് എൻ്റെ ഖബറിനെ നീ ആരാധിക്കപ്പെടുന്ന ബിംബമാക്കി മാറ്റരുതേ എന്ന് പറയാൻ കാരണം, സുജൂദ് ഇബാദത്ത് പോലെ, റുക്കൂ ഇബാദത്ത് പോലെ വിളിച്ച് പ്രാർത്ഥിക്കൽ കട്ടിയുള്ള ഇബാദത്താണ്. ഇബാദത്തിന്റെ മർമ്മപ്രധാനമായ ാണെന്നാണ് 40 തവണ ഖുർആനിൽ അല്ലാഹ് പറയുന്നത്. 40 തവണ അല്ലാഹ് പറയുന്നു ആരാധന അതാണ് പ്രാർത്ഥന, പ്രാർത്ഥന അതാണ് ആരാധന എന്ന്. അതുകൊണ്ട് ഇത് ഷിർക്ക് എന്നതായ ആ സാധനം നിർമാർജനം ചെയ്യുക എന്നതാണ് ഒന്നാമത്തെ ഫിത്ന ഷിർക്ക് എന്നതാണ്. അതിനെ നിർമാർജനം ചെയ്യൽ, അതാണ് തൗഹീദ് കൊണ്ട് വിവക്ഷ. അതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, വമാ ഖലഖ്നസ് സമാഅ വൽ അർള വമാ ബൈനഹുമാ ലാഇബീൻ. ആകാശഭൂമിയെ നാം ഇവിടെ പന്താടാൻ വേണ്ടി സൃഷ്ടിച്ചതല്ല, കളിക്കാൻ വേണ്ടി സൃഷ്ടിച്ചതല്ല. ബൽ നഖ്ദിഫു ബിൽ ഹഖ്, ഹഖാകുന്ന കലിമത്ത് തൗഹീദ് കൊണ്ട് നാം എറിയുന്നു. എന്തിനെ? അലൽ ബാത്തിലി, അസത്യമാകുന്ന ശിർക്കിനെ എറിയുന്നു. ഫയദ്മഗു, അപ്പോൾ അത് നാമാവശേഷപ്പെടുന്നു. അള്ളാഹിനെ കുറിച്ച് നിങ്ങൾ പറയുന്നതായ പ്രത്യേകതയുണ്ടല്ലോ, അള്ളാഹ്ക്കിടയിൽ ഒരാൾക്കാർ വേണം എന്നാലേ എത്തുള്ളൂ. മക്കാർ പറഞ്ഞതുപോലത്തതായ വാക്കുകൾക്കെതിരാണത് മറുപടി. എന്ത്? ഞങ്ങൾ അള്ളാഹുവിന്റെ മധ്യത്തിൽ ഇബ്രാഹിമിനെ വെക്കുന്നത്, ഇസ്മായിലിനെ വെക്കുന്നത്, 360 ബിംബങ്ങളെ വെക്കുന്നത്, അള്ളാഹു സുബ്ഹാനഹു വ തആലയിലേക്ക് എത്താൻ വേണ്ടി മധ്യത്തിലുള്ളതായ സുൽഫയാണ്. മാനഅബ്ദുഹും, ഇവരെ ഞങ്ങൾ ആരാധിക്കുന്നത് ഇല്ലാ ലിയുഖർരിബൂനാ ഇലല്ലാഹി സുൽഫ, അത് യഥാർത്ഥത്തിൽ ആരാധനയല്ല, റബ്ബിലേക്ക് എത്താനുള്ള വഴി മാത്രമാണ് എന്നാണ് അവർ പറഞ്ഞിരുന്നത്. അമ്മൻ യുജീബുൽ മുൽത്തറ, മറുപടി അല്ലാഹ് ചോദിക്കുന്നു. പ്രയാസമുള്ള ആൾക്ക് മറുപടി നൽകുന്ന ആളാണ് ആരാണ്? ഇദാ ദഅാഹു, ആ റബ്ബിനോ ആ വ്യക്തിയോട് നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ പ്രയാസം മാറാൻ, പ്രയാസത്തെ മാറ്റി തരുന്ന ആളാരാണ്? ഈ ആയത്ത് നമുക്ക് എന്ത് മറുപടി നൽകുന്നു? നീ വിശ്വസിക്കേണ്ടതില്ല ഞാൻ വിളിച്ച് പ്രാർത്ഥിക്കുന്ന വ്യക്തിയെ ഇലാഹാക്കി എന്ന്. മറിച്ച് ഇലാഹിന് കൊടുക്കുന്നതാണ് നീ ആ വ്യക്തിക്ക് കൊടുത്തതെങ്കിൽ അത് ഇലാഹ ആയലായി മാറി എന്ന് റബ്ബ് പഠിപ്പിക്കുകയാണ്. അമ്മയുജീബുൽ മുൽത്തറ ഇദാ ദഅാഹു വയക്ഷിഫു സൂഅ, നിങ്ങളിലുള്ളതായ ഇടങ്ങേറിനെ നീക്കം ചെയ്യുന്ന ആളാരാണ്? ഇങ്ങനെയുള്ള കാര്യം ചെയ്തു തരാൻ. ഇലാഹും മഅല്ലാഹ്, അല്ലാഹു അല്ലാത്ത വേറെ ഇലാഹ് നിങ്ങൾക്കുണ്ടോ കൂട്ടരെ? കാരണം ഇത് അള്ളാഹിന്റെ പണി മാത്രമാണ്. അല്ലാഹു അല്ലാത്ത വേറെ ഏത് വ്യക്തിക്കോ ശക്തിക്കോ ഈ കാര്യം ചെയ്യാൻ പറ്റുന്നതല്ല. അഥവാ നിങ്ങൾ അങ്ങനെ ചെയ്യാൻ പറ്റുമെന്ന് വിശ്വസിച്ചാൽ അവരെ നിങ്ങൾ ഇലാഹാക്കലായി മാറി എന്നർത്ഥം. അതുകൊണ്ട് ഇലാഹാക്കി എന്ന് നിയത്ത് ചെയ്തോളണമെന്നില്ല. അള്ളാഹ് കൊടുക്കേണ്ടത് സൃഷ്ടികൾക്ക് കൊടുത്ത
കൊടുത്താൽ അത് തന്നെയാണ് ശിർക്ക് എന്നതുകൂടി ഇത്തരണത്തിൽ മനസ്സിലാക്കിയിരിക്കൽ അനിവാര്യമാണ്. അപ്പോൾ നമുക്ക് എത്രയോ ശിർക്കിന്റെ ഭാഗങ്ങളിൽ നിന്നിട്ട് രക്ഷപ്പെടാൻ തൗഹീദിന്റെ യഥാശൈലി അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം പഠിപ്പിച്ച ശൈലി, തൗഹീദിന്റെ യഥാശൈലി ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ പഠിപ്പിച്ച ശൈലി, തൗഹീദിന്റെ യഥാശൈലി ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹു സമദ് പഠിപ്പിച്ച ശൈലി. അവിടേക്ക് അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ ആശയാദർശം നമുക്ക് ലോകത്തിന്റെ മുമ്പിൽ പഠിപ്പിച്ചു തന്ന സലഫു സാലിഹീങ്ങളായ സഹാബാക്കളും താബിഈങ്ങളും താബിഈങ്ങളും പഠിപ്പിച്ച ശൈലി നമുക്ക് പഠിക്കാൻ സാധിക്കും. അതുകൊണ്ട് തന്നെയാണ് അവരുടെ വാക്കുകളിലോ അവരുടെ പ്രാർത്ഥനകളിലോ അവർ നമുക്ക് പഠിപ്പിച്ചതിലോ ഈ ശൈലി ഉപയോഗിക്കാത്തത്. അവർക്കറിയാം ഖുർആൻ അല്ലാഹ് പറയുന്നത് എന്താണ്, അവരുടെ ഭാഷ അറബിയാണ്, അവർക്ക് അറബികൾ പോലും അറിയാത്തതാണ് അറിവില്ലാത്തവർ പ്രചരിപ്പിച്ച് നടക്കുന്നത്. അല്ലാഹു വരെ ഹിദായത്തിലാക്കട്ടെ, സന്മാർഗത്തിലേക്ക് നയിക്കട്ടെ. പിന്നെ എൻ്റെ ശൈലി ഞാൻ പറയാറുള്ളത് പോലെ ഇത്തരം കാര്യങ്ങളൊക്കെ പറയുമ്പോൾ അതൊക്കെ അങ്ങനെ കാട്ടുന്നവർ അങ്ങനെ കാട്ടട്ടെ, ഇങ്ങനെ കാട്ടട്ടെ, ഇങ്ങനെ കാട്ടുന്നവർ ഇങ്ങനെ കാട്ടട്ടെ, നാം കാട്ടും പോലെ കാട്ടാം എന്നൊന്നും പറഞ്ഞ് കൈ മലർത്താൻ പറ്റൂല. അതുപോലെ തന്നെ അതിനെ അവഗണിക്കാനും പറ്റൂല ആ വിഷയത്തെ. എന്തുകൊണ്ട്? ഇത് മഹാവിഷയമാണ്. ഈ വിഷയം വിട്ട് കളിക്കാൻ പാടില്ല, ഒഴിവായി കളിക്കാൻ പറ്റൂല. എന്തുകൊണ്ട്? ഞാൻ പറഞ്ഞില്ലേ, ബോംബ് ഉണ്ടാക്കിയതായ കമ്പനിയിൽ നിന്നിട്ട് ഞങ്ങൾ ഉണ്ടാക്കിയ ബോംബ് ഇത്ര മണിക്ക് ഇന്ന സ്ഥലത്ത് പൊട്ടുമെന്ന് അവരെ അനൗൺസ് ചെയ്താൽ നാം ബോംബിന്റെ ഭാഗത്തിൽ കൂടിയേ അത് പടക്കമാകാൻ സാധ്യതയുണ്ട്, അത് പൊട്ടാതിരിക്കാൻ സാധ്യതയുണ്ട്, അത് പൊട്ടിയാൽ തന്നെ നമുക്ക് തട്ടാതിരിക്കാൻ സാധ്യതയുണ്ട് എന്ന് വിചാരിച്ചിട്ട് ആരെങ്കിലും പോകുമോ? ബുദ്ധിയുണ്ടെങ്കിൽ ഇല്ല. എന്നതുപോലെയാണ് ഇതിൻ്റെ ഉടമയാണ് പറയുന്നത്, ഇതാ ഏത് നിങ്ങൾ ഞാനല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിച്ചാൽ അത് ശിർക്കാണ് എന്ന കാര്യം. 91 തവണ തൗഹീദ് എന്ന പദം ഉപയോഗിച്ചുകൊണ്ട്, 112 തവണ ദുആ എന്ന പദം ഉപയോഗിച്ചുകൊണ്ട്, 40 തവണ റബ്ബുൽ ഇസ്സത്ത് ജല്ല ജലാലു പ്രാർത്ഥന, അത് തന്നെയാണ് ആരാധന എന്ന അർത്ഥം ഉൾക്കൊള്ളുന്ന പദം ഉപയോഗിച്ചുകൊണ്ട്